നമസ്കാരം. തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഭാരതമൊട്ടാകെ കോൺഗ്രസിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. കാരണം സമ്മിറ്റിലെ ഒരു ആഭാസ പ്രകടനത്തിന് ശേഷം ഇറ്റാലിയൻ നേക്കഡ് കോൺഗ്രസ് എന്നാണ് INCയുടെ ഒരു മുഴുവൻ പേരായി ട്രോളന്മാർ പറയുന്നത്. അതെല്ലാം തൽക്കാലത്തേക്ക് വിടാം, തമിഴ്നാട്ടിലേക്ക് വരാം. കാരണം DMK സഖ്യത്തിൻ്റെ ഭാഗമാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ്. എന്നാൽ 2026 നടക്കുവാൻ പോകുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് 35 സീറ്റുകൾ, നിയമസഭാ സീറ്റുകൾ വേണം. തന്നെയുമല്ല, ഈ സഖ്യം ജയിച്ച് തിരികെ അധികാരത്തിലെത്തിയാൽ അധികാരത്തിൽ അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മന്ത്രിമാർ ആ മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യവും തമിഴ്നാട്ടിലെ പ്രാദേശിക നേതാക്കളും അവരിലൂടെ രാഹുൽ ഗാന്ധിയും DMKയോട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്, DMK സമക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അത് സത്യമാണ് താനും. പക്ഷേ ഇത്രയും കാലം ഒരു വിനീത വിധേയരായി DMKക്ക് കീഴടങ്ങി നിന്നിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുവാനുള്ള പ്രധാന കാരണം തമിഴ്നാട്ടിൽ പുതിയൊരു രാഷ്ട്രീയ ശക്തി ഉയർന്നു വരുന്നു എന്നുള്ളൊരു ധാരണയാണ്. അത് മറ്റൊരു ശക്തിയുമല്ല, തമിഴ് നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയാണ്. അപ്പോൾ തമിഴക വെട്രിക്കഴകം ഈ തിരഞ്ഞെടുപ്പിൽ വലിയൊരു ഓളമുണ്ടാക്കുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കുന്നവരിൽ പ്രമുഖരാണ് തമിഴ്നാട് കോൺഗ്രസ്സിലെ പ്രമുഖരായിട്ടുള്ള മാണിക്യം ടാഗോറിനെ പോലുള്ള വ്യക്തികൾ. മാണിക്യം ടാഗോറിനെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരുദനഗർ മണ്ഡലത്തിലെ MP ആണ്. തന്നെയുമല്ല, ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ വിപ്പുമാരിൽ ഒരാളുമാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ തഴക്കവും പഴക്കവും ചെന്ന കോൺഗ്രസ് നേതാക്കളിൽ ബാക്കിയുള്ള ഒരാളാണ്. 50 വയസ്സേ ഉള്ളൂ. എന്നാലും അതിന് മുകളിലേക്കുള്ള പ്രമുഖ നേതാക്കളെല്ലാം ഒന്നെങ്കിൽ കോൺഗ്രസ് വിട്ട് AIADMKയിലോ DMKയിലോ ഇപ്പോൾ തന്നെ ചേക്കേറി കഴിഞ്ഞു. മുൻപ് തന്നെ ഇപ്പോഴല്ല, അടുത്ത കാലത്തല്ല, മുൻപ് തന്നെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചേക്കേറി കഴിഞ്ഞു. അപ്പോൾ അതിൽ ബാക്കിയുള്ള തഴക്കവും പഴക്കവും ചെന്ന നേതാക്കളിൽ ഒരാളാണ് ഈ മാണിക്യം ടാഗോർ. അപ്പോൾ ഈ മാണിക്യം ടാഗോറിനും അദ്ദേഹത്തിൻ്റെ കുറേ അനുയായികൾക്കും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ചില നേതാക്കൾക്കും ഈ വിജയുടെ പാർട്ടിയുമായി, തമിഴക വെട്രിക്കഴകം അഥവാ TVKയുമായി ഒരു സഖ്യം എന്തുകൊണ്ട് കോൺഗ്രസിന് ആയിക്കൂടാ എന്നുള്ളൊരു ചിന്തയുണ്ട്. പറയപ്പെടുന്നത് രാഹുൽ ഗാന്ധിക്കും അങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്നാണ്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്നുള്ളത് അറിയില്ല. കാരണം രാഹുൽ ഗാന്ധി അത്തരത്തിലുള്ള ഒരു തന്ത്രപരമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം TVKയുമായൊരു സഖ്യം കോൺഗ്രസിന് ആത്മഹത്യാപരമായിട്ടുള്ള ഒരു സഖ്യമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം DMK സഖ്യത്തിൽ നിന്ന് വിട്ട് കോൺഗ്രസ് ഇപ്പോൾ പുറത്തു പോയാൽ കോൺഗ്രസിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു വേരോ അല്ലെങ്കിൽ ഒരു പുൽനാമ്പോ തമിഴ്നാട്ടിൽ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാകും. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസ് ഈ സഖ്യത്തിൽ നിന്ന് വിട്ടുപോകുന്നത് DMKയ്ക്കും ദോഷം ചെയ്യും. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയ വിദഗ്ധർ അതും സമ്മതിക്കുന്നുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളുടെ ഒരു വോട്ട് DMKയിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കോൺഗ്രസുമായിട്ടുള്ളവരുടെ ഒരു സഖ്യമാണ്. കാരണം മുസ്ലിം വിഭാഗത്തിൽ പൊതുവേ ഉള്ളൊരു ധാരണ ദേശീയ തലത്തിൽ അവരുടെ ശത്രുവായ BJPക്ക് പ്രധാന എതിരാളി കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് നിൽക്കുന്ന സഖ്യത്തിന് നമ്മൾ വോട്ട് ചെയ്യണം എന്നുള്ളൊരു ധാരണ മുസ്ലിം സമുദായത്തിനുണ്ട്. എന്നാൽ അതേ കോൺഗ്രസ് വിജയുടെ പാർട്ടിയിലേക്ക് പോയാൽ, ഒരു സഖ്യത്തിന് പോയാൽ, ആ വോട്ടുകളെല്ലാം മുഴുവനായി വിജയുടെ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ആ വിജയുടെ പാർട്ടി നയിക്കുന്ന സഖ്യത്തിനോ ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് ചിന്നിച്ചെതറിപ്പോവും. അതുകൊണ്ട് തന്നെ ഈ ചിന്നിച്ചെതറി പോകുമ്പോൾ വിജയ്ക്ക് ലാഭമാണ്. 10 വോട്ട് പുതിയതായി കിട്ടുകയാണ്. കാരണം ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അതേസമയം DMKയ്ക്ക് നഷ്ടവും ഉണ്ടാകും. ഇതാണ് തമിഴ്നാട്ടിലിപ്പോൾ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നത് ഇത്തരത്തിലാണ്. ഇനി ഇതിലും സങ്കീർണമാണ് പ്രശ്നങ്ങൾ എന്നുള്ളതാണ് വസ്തുത. കാരണം DMKയ്ക്ക് അകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ട്. അതിൽ ആ പ്രശ്നത്തിലെ ഒരു പ്രധാന ഘടകമാണ് കനിമൊഴി. MP ആണ്, സ്റ്റാലിൻ്റെ സഹോദരിയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ സ്വന്തം നിലനിൽപ്പിനെ കുറിച്ച് വല്ലാത്തൊരു ആശങ്കയിൽപ്പെട്ട് കിടക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ്. കാരണം ഉദയനിധി സ്റ്റാലിൻ്റെ ഉദിച്ചുവരവോടുകൂടി, അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനാണെന്ന് ഏതാണ്ട് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. DMK അധികാരത്തിലെത്തിയാൽ സ്റ്റാലിന് ശേഷം ഇനി ഉദയനിധി സ്റ്റാലിനാണ്. ഉദയനിധി സ്റ്റാലിൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവോ ആയിക്കഴിഞ്ഞാൽ DMKയിൽ കനിമൊഴിക്കും അവരുടെ സുഹൃത്തായിട്ടുള്ള രാജ തുടങ്ങിയ വ്യക്തികൾക്കും, അതായത് പഴയ പ്രമുഖ നേതാക്കൾക്കും ഇപ്പോഴുള്ള സ്ഥാനങ്ങളിൽ പലതും നഷ്ടപ്പെടും. അതിൽ തന്നെ കനിമൊഴിയുടെ ഏറ്റവും വലിയ ആശങ്ക ഉദയനിധി സ്റ്റാലിൻ്റെ വരവോടുകൂടി തനിക്ക്
സ്റ്റാലിൻ്റെ സഹോദരന്മാരായിരുന്ന അഴഗിരിക്കും അതിനു മുൻപ് ഏറ്റവും മൂത്ത സഹോദരനായിരുന്ന മുത്തുവിനും, മുത്തുവേൽ കരുണാനിധി മുത്തുവിനും ഉണ്ടായ ഗതി ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം കരുണാനിധി സ്റ്റാലിനെ ഉയർത്തിക്കൊണ്ട് വരുവാൻ തീരുമാനിച്ച് ചെന്നൈയുടെ മേയറാക്കി, അതിനുശേഷം രാഷ്ട്രീയത്തിൽ തൻ്റെ പിൻഗാമിയായി അവരോധിച്ചതിന് ശേഷം ഏറ്റവും മൂത്ത സഹോദരനായ മുത്തു, ഇതെല്ലാം പല അമ്മമാരിൽ ഉണ്ടായതാണ്, മുത്തുവും അഴഗിരിയും ഒക്കെ തഴയപ്പെടുകയും ഒതുക്കപ്പെടുകയും ഇന്ന് രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാത്ത, മുത്തു മരണപ്പെട്ടു പോയി, അഴഗിരി മധുരയിൽ സർവാധിപതിയായി വാണുകൊണ്ടിരുന്നതാണ് മധുര പ്രദേശത്ത്, ഇന്ന് ഒന്നുമല്ലാത്ത അവസ്ഥയിലെത്തുകയും ചെയ്ത് ഒരു വിസ്മൃതിയിലേക്ക് ആണ്ടുപോയിരിക്കുകയാണ്. അത്തരമൊരവസ്ഥ തന്നെ തേടി എത്തുമോ എന്നുള്ളൊരു ഭയം കനിമൊഴിയെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കും സ്റ്റാലിനും ഇടയിലുള്ളൊരു പാലമായി പ്രവർത്തിക്കുവാൻ കനിമൊഴി കഴിവതും ശ്രമിക്കുന്നുണ്ട്. അത് തന്നെ ഒരു അവസരമാക്കി രാഹുൽ ഗാന്ധിയും ആ ഒരു പാലമിടൽ ശ്രമത്തിന് പ്രോത്സാഹനം നൽകുന്നുണ്ട്. പക്ഷേ മാണിക്യം ടാഗോറിനെ പോലുള്ള പ്രമുഖ നേതാക്കൾ വിജയ് വിജയ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു ആശയക്കുഴപ്പത്തിലാണ് രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഉപദേശകർ. ഇനി രാഹുൽ ഗാന്ധി നേരിടാൻ പോകുന്ന മറ്റൊരു പ്രശ്നം, ഈ വരുന്ന മാർച്ച് 5-ന് രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയെക്കാളും ഈ മാണിക്യം ടാഗോറിനെ പോലുള്ള പ്രാദേശിക നേതാക്കളും അത് കോൺഗ്രസിൻ്റെ മുഴുവൻ തമിഴ് നേതാക്കളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, മാർച്ച് 1-ാം തീയതി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തുന്നുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ തമിഴ്നാട്ടിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ യോഗങ്ങളിലെല്ലാം പ്രധാനമന്ത്രി വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായൊരു ജനക്കൂട്ടം ഉണ്ടാകും. അതിന് മുകളിൽ നിൽക്കുന്നതല്ലെങ്കിൽ പോലും അതിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു ജനക്കൂട്ടം രാഹുൽ ഗാന്ധിയുടെ യോഗങ്ങൾക്ക് തമിഴ്നാട്ടിൽ ഉണ്ടാകണം എന്നുള്ളത് ഇപ്പോൾ പ്രാദേശിക നേതാക്കൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ബാധ്യതയാണ്. ഇത് ബാധ്യതയായി വരുവാനുള്ള കാരണം ഈ DMKയുമായിട്ടുള്ള സീറ്റ് തർക്കം തന്നെയാണ്. കാരണം മുൻപ് രാഹുൽ ഗാന്ധി എപ്പോഴൊക്കെ തമിഴ്നാട്ടിലെത്തിയാലും ആ യോഗങ്ങൾക്ക്, രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പൊതുസമ്മേളനങ്ങൾക്ക് ആളെ കൂട്ടുക എന്നുള്ളതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം DMKയ്ക്കായിരുന്നു. വർഷങ്ങളായി, ഏതാണ്ട് 60 വർഷങ്ങൾക്ക് മേൽ തമിഴ്നാട്ടിൽ രാഷ്ട്രീയം കളിച്ച് വളർന്ന DMKയ്ക്ക് ഒരു യോഗത്തിന് ആളെ കൂട്ടുക എന്ന് പറയുന്നത് പൂ പറിക്കുന്നത് പോലെ നിസ്സാരമായൊരു സംഗതിയാണ്. എന്നാൽ ഇപ്പോൾ ഈ നിലനിൽക്കുന്ന സീറ്റ് തർക്കം കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവിനെയും അതിനെ തുടർന്ന് പദ്ധതിയിട്ടിരിക്കുന്ന പൊതുസമ്മേളനത്തെയും DMK അവഗണിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ പൊതുസമ്മേളനത്തിൽ ഉണ്ടാകാൻ പോകുന്ന ജനപങ്കാളിത്തം പരിതാപകരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ആരെക്കാളും നന്നായിട്ട് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾക്കറിയാം. അത് അവർ രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മാർച്ച് 5-ന് മുമ്പ് ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുപ്പിക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇനി രാഹുൽ ഗാന്ധി രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കുകയാണ്. വിജയുമായൊരു സഖ്യത്തിന് നാം പോവുകയാണ്, DMK സഖ്യം വിടുകയാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ മാർച്ച് 5-ന് ആൾ കൂടണമെങ്കിൽ ആ വേദിയിൽ വിജയ് വരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ആ യോഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള കേന്ദ്ര ബിന്ദു വിജയിയായി മാറും. അതിൽ രാഹുൽ ഗാന്ധിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഇപ്പോഴും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന യോഗത്തിലെല്ലാം കേന്ദ്ര ബിന്ദുവായി വരുന്നത് സ്റ്റാലിൻ തന്നെയായിരിക്കും. പക്ഷേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതുകൊണ്ട് 1% ഒരു ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് കിട്ടും. പക്ഷേ വിജയെ പോലൊരു താരം വേദിയിൽ വന്നാൽ ആ ശ്രദ്ധ പൂർണ്ണമായും ഇല്ലാതാവും. അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും കോൺഗ്രസ് നേതാക്കളെ അലട്ടുന്നുണ്ട്. മൊത്തത്തിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം തന്നെ ഏതാണ്ട് കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയിലാണ്. ഇപ്പോൾ പുതിയതായി വരുന്ന വാർത്ത, OPS പന്നീർസെൽവം, പഴയ ജയലളിതയുടെ വിശ്വസ്തൻ, DMKയിൽ അംഗത്വം എടുത്തു. മറ്റൊരിടത്തും പ്രവേശനം കിട്ടാതെ ADMKയിലേക്ക് തിരിച്ച് ചെല്ലുവാൻ സാധിക്കില്ല. പളനിസ്വാമി അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കില്ല. NDAയുടെ ഭാഗത്തു നിന്ന്, BJPയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള യാതൊരു പ്രസ്താവനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചനകളോ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും നിന്ന് പിഴയ്ക്കണമല്ലോ. കാരണം ഇനി ഒരു മകനെ ഏതെങ്കിലും ഒരു തലത്തിലെത്തിക്കണം. ഒരു രാജ്യസഭാ സീറ്റോ മറ്റോ DMK വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവും. DMKയിൽ ഇനി സ്റ്റാലിൻ്റെ അടിമയായി തുടരാം. കുറേ കാലം ജയലളിതയുടെ വിശ്വസ്തനായി, അല്ലെങ്കിൽ അടിമ എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ തുടർന്നു. ഇനി സ്റ്റാലിൻ്റെ അടിമയായി തുടരാമെന്നുള്ള രീതിയിൽ അദ്ദേഹം പോയി. പഴയ ചെങ്കോട്ടയെ പോലുള്ള ആൾക്കാർ AIADMKയിൽ നിന്ന് തമിഴക വെട്രിക്കഴകത്തിൽ വിജയോടൊപ്പം ചേർന്നു. അങ്ങനെ മുഴുവനായി ഏതാണ്ട് പൂർണ്ണമായി തന്നെ കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയിൽ വളരെ സങ്കീർണമായിട്ടുള്ളൊരു തലത്തിലേക്കാണ് തമിഴ്നാടിൻ്റെ തിരഞ്ഞെടുപ്പ് നീങ്ങുന്നത്. അതിൽ തന്നെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് വസ്തുത. ഇതിൽ
ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രേക്ഷകർ ഓർക്കേണ്ട ഒരു കാര്യം, തമിഴ്നാട് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായ കാമരാജിനെ തമിഴ്നാടിനെ സമ്മാനിച്ച രാഷ്ട്രീയ കക്ഷിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ന് ഇറ്റാലിയൻ നേക്കഡ് കോൺഗ്രസ് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരിഹാസത്തിന് വിധേയരാകുന്ന രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ്. ആ പരിതാപകരമായ അവസ്ഥയിലേക്ക് അവരെങ്ങനെ തമിഴ്നാട്ടിലെത്തി എന്നുള്ളതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ വീണ്ടും അവർ വീണിരിക്കുന്ന അതലപാതാളമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ രാഹുൽ ഗാന്ധിക്കും വലിയൊരു പങ്കുണ്ട്. കാരണം ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ പതനത്തിന് കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ടുള്ള ഏക കാരണമോ അല്ലെങ്കിൽ പ്രധാന കാരണമോ രാഹുൽ ഗാന്ധി മാത്രമാണ്. അതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും തർക്കമില്ല. പക്ഷേ ഗാന്ധി കുടുംബം എന്നുള്ള ഒരു ബിംബത്തെ തലയിൽ ചുമക്കാനുള്ള ബാധ്യത കോൺഗ്രസിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉള്ളതിനാൽ മാത്രം അവർ ചുമന്നുകൊണ്ട് നടക്കുന്നു. ഒരു വശത്ത് നിന്ന് പ്രിയങ്ക ഗാന്ധിയെ രാഹുൽ ഗാന്ധിക്ക് പകരമായി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യങ്ങൾ സങ്കീർണമാവുകയാണ്. അതോടൊപ്പം തന്നെ ദേശീയ സാഹചര്യങ്ങളും സങ്കീർണമാവുകയാണ്. എന്തുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.